ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം പ്രളയക്കെടുതിൽ മുങ്ങിത്താഴുകയാണ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി ഒരു സൽക്കാരത്തിന് അങ്ങ് പോയി. അത് പൊന്നാനിയിൽ ഏതൊരു ഹരിദാസ് സാറ്, DYSPയോ SP ആരോ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടൊരു സൽക്കാരത്തിന് പോയി. സൽക്കാരത്തിന് പോയപ്പം പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അണികളും മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാണ്, സൽക്കാരത്തിന് പോയതല്ല. എൻ്റെ പൊന്നു മുഖ്യമന്ത്രി, നിങ്ങൾ പോരുന്ന വഴിക്ക് എത്ര ഹോട്ടലുകളുണ്ട്? നിങ്ങൾ യാത്ര ചെയ്ത സ്ഥലത്തു നിന്ന് പോരുന്ന വഴിക്ക് എത്ര ഹോട്ടലുണ്ട്? അവിടെ എവിടെയും നിർത്തി ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയില്ലേ? നിങ്ങൾ ഈ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് പൊന്നാനി വരെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സൽക്കാരത്തിനല്ല പോയത്, ഞാൻ പൊന്നാനിയിൽ ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ ഈ പ്രളയക്കെടുതിയിൽ ജനങ്ങൾ ഇങ്ങനെ മുങ്ങി താഴുന്ന സമയത്ത് നിങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ സ്ഥലത്ത് പോയില്ല? അതാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾ കുറേ ന്യായീകരണങ്ങൾ ഇതിനകത്ത് ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ പല ഉദ്യോഗസ്ഥരെ വിളിച്ചു നോക്കി, MLA വിളിച്ചു നോക്കി, മറ്റുള്ള മന്ത്രിമാരെ വിളിച്ചു നോക്കി, കളക്ടറെ വിളിച്ചു, അവരെ വിളിച്ചു, ഇവരെ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞപ്പോൾ അവരോട് മുഖ്യമന്ത്രി വരേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുമ്പം, നിങ്ങൾ VD സതീശൻ സാർ, നിങ്ങളൊരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ച് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ആ സ്ഥലത്ത് പോയി അവിടുത്തെ ദുരിതാവസ്ഥയെ, അവിടുത്തെ ആളുകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള സംരക്ഷണങ്ങൾ ഒരുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പൊന്നാനിയിൽ അന്നൊരു ഫംഗ്ഷന് പോയതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, അതൊക്കെ ഇവിടെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ ഒഴിവാക്കിയിട്ട്, അത് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒഴിവാക്കിയിട്ട്, അത് വേറൊരു ദിവസത്തേക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട്, നിങ്ങൾക്ക് ഈ ദുരിതാശ്വാസ സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളൊരു മുഖ്യമന്ത്രിയാണല്ലോ, അല്ലേ? നിങ്ങൾ പിണറായി വിജയനെ 100 വട്ടം പ്രാവശ്യം നിങ്ങൾ കുറ്റം പറഞ്ഞ ആളാണ്. പിണറായി സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിണറായി ഹെലികോപ്റ്റർ എടുത്ത് പോയി. പിണറായി അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറയുന്നു. നിങ്ങൾ പിണറായിനെ വിമർശിക്കുന്ന നിങ്ങൾ, അപ്പോൾ ഇതെങ്കിലും നിങ്ങൾ ചെയ്യണ്ടേ? കാരണം വളരെ കാലങ്ങൾക്ക് ശേഷം ജനങ്ങളൊരു ചിരിക്കുന്ന മുഖ്യമന്ത്രിനെ കാണാനായിട്ട് നിങ്ങളെ ജയിപ്പിച്ചതാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താ? എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലേ? ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. കണ്ടല്ലോ, ഇവിടെ നിങ്ങളോട് ആരും ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഇതിനകത്ത് പറയുന്നത്, നിങ്ങൾ രാവിലെ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. നിങ്ങളുടെ കയ്യിൽ മൊബൈലില്ലേ? അതിൻ്റെ മറ്റു TV ചാനലുകൾ, വാർത്താ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ ഈ മൊബൈൽ ഓൺ ചെയ്താൽ തന്നെ നിങ്ങൾക്കറിയാം എവിടെയൊക്കെ എന്തൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഇത് പത്തനംതിട്ടയിൽ നടന്ന സംഭവങ്ങളാണ് അധികം. പത്തനംതിട്ട ഭാഗത്താണ് അധികം വെള്ളം കയറി. പത്തനംതിട്ട, കോട്ടയം ഭാഗത്തൊക്കെയാണ് വെള്ളം കയറി. അപ്പോൾ ഇന്നലത്തെ ഞാൻ ന്യൂസ് കണ്ടപ്പോൾ ജനങ്ങളൊക്കെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുക, വേറെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ്. ഈ മാറ്റി പാർപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചില പെണ്ണുങ്ങൾ ഈ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, ക്യാമ്പിനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ല, കരണ്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളടക്കം രാവിലെ മുതൽ പട്ടിണിയിൽ നിൽക്കുകയാണ്. അതുവരെ ഈ അടുപ്പും എത്തിയിട്ടില്ല, ഭക്ഷണ സാധനം എത്തിയിട്ടില്ല. ഇവരെല്ലാവരും കൂടി ഒരു ക്യാമ്പിൻ്റെ മുന്നിൽ എവിടെ ഇരുന്നിട്ട് വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയാണ്. കാരണം പുതിയതായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭക്ഷണം, ബാലൻസ് ഉള്ള ആ ഭക്ഷണമൊക്കെ എടുത്തിട്ടാണ് ഇവർ ഈ കുടുംബങ്ങളൊക്കെ കഴിക്കുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ന്യായീകരണം ഒന്നും അല്ല ഇതിന്. കാരണം നിങ്ങൾ പിണറായിനെ കണ്ടവനെ വിമർശിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ
അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ സമയത്ത് പുള്ളി പിന്നെ ഈ വെള്ളം കയറിയ സമയത്തൊക്കെ പുള്ളി ഈ നിയമസഭയിൽ വന്നിട്ട് രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് കുറ്റം പറയുമായിരുന്നു എന്നൊക്കെ പറയുന്നു. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അന്ന് നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് പിണറായി ഭരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏക ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങണം, അദ്ദേഹത്തിൻ്റെ ഭരണമൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്. എന്നാൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്നതോ ഇപ്പം നിങ്ങൾ രോഷാകുലനായിട്ട് പറയുന്നത് ഞാനിനി ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങളോട് കഴിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അവനവൻ ചെയ്യേണ്ട ഒരു കടമയുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഉത്തരവാദിത്തം നിങ്ങൾ പരസ്പരം അവിടുന്ന് ഇങ്ങോട്ടും വിളിച്ച് ചോദിച്ചിട്ട് അവിടെ എന്താ പ്രശ്നം, ഇവിടെ എന്താ പ്രശ്നം, നിങ്ങൾ മാന്യനാണെന്നുള്ള ഒരു മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ ആ ഫംഗ്ഷന് ഒഴിവാക്കണം. ആ ഫംഗ്ഷൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇവിടെ പോകണം, അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്? ഇനി അടുത്തതും കൂടി ഒന്ന് കാണാം. ഇതിനൊന്നും മറുപടി പറ. എന്താ ഔചിത്യ കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണം എന്ന്. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാണ് പോയത്. അല്ല, ഇത് കഴിയട്ടെ ഇതിൻ്റെ വിഷമം തീർക്കട്ടെ. അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അല്ല എല്ലാവരും ചോദിച്ചു. ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു. 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അതാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയരുത്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കിയത്. 3 മണിക്ക് ഞാൻ ഭക്ഷണം. കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തട്ടെ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ മലബാറിൽ ഒരു കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി. മലബാറിൽ ഏതെങ്കിലും വീട്ടിലൊരു കാപ്പി കുടി, അവർ ഈ വെള്ളപ്പൊക്കമൊന്നും അറിയണ്ടല്ലോ. ഞാനന്ന് വരുമെന്ന് പറഞ്ഞു, ഞാനന്ന് ഹരിദാസേട്ടൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ആ വീട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ 3 മണി വരെ എന്നെ കാത്തിരിക്കുക. ഞാൻ 3 മണിക്കാണ് എത്തിയത്. ഇതിൻ്റെ താമസവും കാര്യങ്ങളും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറിലുള്ള ഓരോ വീടുകളിലും പോലത്തെ അവസ്ഥ. അവിടെ ജനങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ഹരിദാസേട്ടൻ്റെ വീട്ടിലാണ് അദ്ദേഹം പോയെന്ന് പറയുന്നു. അപ്പോൾ അതിനൊക്കെ എന്താ സമാധാനം പറയുന്നത് എനിക്കറിയത്തില്ല. ഹരിദാസത്തിൻ്റെ വീട്ടിൽ പോകാതിരിക്കുമോ? പക്ഷേ ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ 5 മണിക്കേ അറിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന് മുന്നേ ഒരുപാട് ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പോകാതിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തെറ്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ ഈ പിണറായിനെയൊക്കെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭാഗം കറക്റ്റാണെന്നുള്ളത് നിങ്ങൾ അറിയണം. എന്നിട്ട് മറ്റുള്ള മുഖ്യമന്ത്രിമാരെയൊക്കെ പിണറായി വിജയനെയൊക്കെ വിമർശിച്ചുകൊണ്ട് കാര്യമുണ്ട്. ഇപ്പം മിനിഞ്ഞാന്നൊരു സ്ത്രീ മഴക്കെടുതിയിൽ ഒരു ന്യൂസ് ചാനലിനോട് പറയുന്നുണ്ട് ഇതിലും ഭേദം പിണറായി വിജയനായിരുന്നു. കാരണം പിണറായി വിജയൻ്റെ സമയത്ത് 2018-ലും 2019-ലൊക്കെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ക്യാമ്പുകളിലൊക്കെ മരുന്നുകൾ കറക്റ്റായിട്ട് എത്തിച്ചിരുന്നു. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. ഈ ചില തള്ളമാർ ഇതേപോലുള്ള തള്ളമാർ തന്നെയാണ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് പിണറായി ഇറങ്ങിയാൽ മതിയായിരുന്നെന്ന് പറഞ്ഞ് പ്രാഗിയ തള്ളമാരുണ്ട്. ഇപ്പോൾ ഇവർ തന്നെ പറയുന്നത് പിണറായി നന്നായിരുന്നെന്ന്. അപ്പോൾ ആരാണ് സേവനങ്ങൾ കൂടുതൽ ചെയ്തതെന്നും ജനങ്ങളുടെ ഇടയിലോട്ട് ഏറ്റവും ഇറങ്ങിച്ചെന്നതെന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഈ ഒരു വർത്തമാനത്തിൽ, ഇവരുടെ ഈ സംസാരത്തിൽ. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇന്നലെ പത്തനംതിട്ടയിൽ ഏതൊരു ഹോസ്പിറ്റലിലാണ്, അവിടെ തന്നെ എന്തോന്നു ജനങ്ങളെ ആശുപത്രിയിലാക്കി, പനിയായിട്ടോ അതുമൊക്കെ ആയിട്ടോ ഹോസ്പിറ്റലിലെത്തിയതിന് ശേഷം അവിടെ മരുന്നില്ല. അപ്പോൾ അവിടുത്തെ MLA ഒക്കെ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു മരുന്ന് ഇവിടെ ഇരിക്കുന്നത്, ഇവിടുന്ന് എടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് നിൽക്കുന്നവർ ഇവിടുന്ന് വാങ്ങിയാൽ പോരെ. എന്നാൽ വേണ്ട ആവശ്യത്തിനുള്ള മരുന്നുകൾ എല്ലാം എത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ പറയുന്നുണ്ട് ക്യാമ്പുകളിലാക്കിയ ആളുകൾക്കൊന്നും വേണ്ട സഹായങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ആളുകളും ഓരോ രീതിയിൽ അവരെ പറ്റി വിമർശിക്കുന്നുണ്ട്. അവരുടെ പറ്റുന്ന രീതിയിലൊക്കെ അവർ വിമർശിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ കാണാം. മലബാറിലായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു. മലബാറിലെ കളക്ടർമാരെ മുഴുവൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരാൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്.
അത് കഴിഞ്ഞല്ല, മറ്റത് കഴിഞ്ഞല്ല. നിങ്ങൾ ആദ്യം അല്ലല്ല നിക്ക് നിങ്ങളൊന്ന് അല്ലല്ല, അങ്ങ് ദേശാഭിമാനി എന്ന് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിക്കും. ആരെ? പ്രതിപക്ഷ നേതാവ് അത് പറയുമല്ലോ. പ്രതിപക്ഷ നേതാവ് എന്ത് അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിലോ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലോ എവിടെയെങ്കിലും എന്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അവിടെ അതായത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മലബാറിലാണ് കംപ്ലൈൻറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ, മലബാർ ഭാഗത്താണ് പ്രശ്നം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് വെച്ചാൽ അവിടെയുള്ള ജില്ലാ കളക്ടർമാരെയും ഉള്ള ആളുകളെയും പ്രസിഡന്റിനെയും മറ്റവരെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ ഒന്നും കുഴപ്പമില്ല, അവിടുത്തെ കൂടുതൽ ഭാഗങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്താണ്. എന്നിട്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ന്യായം പറയുന്നത്, പുള്ളിയോട് ഇപ്പം അവിടെ ഈ മാധ്യമപ്രവർത്തകരോ അതുപോലുള്ള അണികളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിങ്ങൾ ഈ അനാവസ്ഥ കാണിച്ചു എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നമ്മുടെ വി.ഡി. സതീശൻ അവറുകൾ പറയുകയാണ്, എന്ത് അനാവസ്ഥ കാണിച്ചെന്നാണ് പറയുന്നത്, നമ്മുടെ ഡ്യൂട്ടികളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രതിപക്ഷ നേതാവ് അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. എന്നിട്ട് പ്രതിപക്ഷ നേതാവിനെ പറ്റി ഇദ്ദേഹം കുറ്റം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ അദ്ദേഹം ചെയ്തത് ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് പോയതാണോ, പോയി സന്ദർശിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗം ഇദ്ദേഹം ക്ലിയർ ആക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇദ്ദേഹം പറയുന്നു, ഡ്യൂട്ടിയിലൊന്നും ഒരു അനാവസ്ഥയും കാണിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. വാക്കും കൂടി നമുക്ക് കേൾക്കാം. ഈ ദേശാഭിമാനി എന്നും കൈരളിയിലും വന്ന് എൻ്റെ പത്രസമ്മേളനം കലക്കണ്ട. ഇത് തന്നെ പരിപാടിയാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്. ദയവീത് അതുകൂടി ഇല്ലാതാക്കരുത്. നിങ്ങൾ സാമാന്യ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളെന്തിനാണ് സംസാരിക്കുന്നത്? നിങ്ങളിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഇടപെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. നിങ്ങൾ അതല്ലല്ലോ, ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന് നിൽക്കേ. രണ്ട് നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ അതുപോലെ തന്നെ പിന്നെ ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തോട് ഈ വി.ഡി. സതീശൻ മേനോനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ചോദിക്കണ്ടേ. ലാസ്റ്റ് ഇദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് ഇദ്ദേഹം പറയണം, നിങ്ങളോട് സംസാരമില്ല, നിങ്ങൾ വർത്തമാനം നിർത്തിക്കൂ, എനിക്ക് വേറെ ആരെങ്കിലും സംസാരിക്കണ്ടേ, അവർ സംസാരിച്ചാൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഹെലികോപ്റ്റർ എടുത്ത് പല സ്ഥലത്തും പോയി എന്നുള്ളത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് മാത്രം. എന്നിട്ടിപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സതീശൻ മേനോൻ. ഓർമ്മയുണ്ടാവില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകത്തില്ല. കാരണം ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ വരില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഹെലികോപ്റ്റർ എടുത്ത് പോയ വിവരമൊക്കെ അറിയാം. അപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്നത് ഞാൻ കൊച്ചിയിലോട്ട് പോയതാണ്, അവിടെ വേണ്ടപ്പെട്ടവരെ കാണാൻ പോയതാണ്, അവിടുന്ന് പിന്നെ ഞാൻ ട്രെയിനിന് ബുക്ക് ചെയ്തു, അവിടെ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പ്ലെയിനായിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോയത്, ഈ ഹെലികോപ്റ്ററായിട്ട്? അല്ല സതീശൻ മേനോൻ സാർ, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഈ അമ്മായിച്ചനെ കാണാൻ സാർ എങ്ങനെയാണ് പോയത്? സതീശൻ മേനോൻ അതിന് ഉത്തരം പറയണം. അമ്മായിച്ചനെ കാണാനായിട്ട് എങ്ങനെ മരുമോൻ പോയി? ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പല ന്യൂസ് ചാനലിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട്
സതീശ് മേനോൻ സാർ അമ്മായിയപ്പനെ കാണാൻ പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അമ്മായിയപ്പൻ അതായത് ഭാര്യയുടെ അച്ഛൻ. അതെ. അപ്പോൾ പിന്നെ ഈ ഹെലികോപ്റ്ററിൻ്റെ വിവരം അങ്ങ് പറഞ്ഞത് എനിക്ക് ശരിയായിട്ടുള്ള കാര്യം തോന്നുന്നില്ല. അങ്ങ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലോട്ട് പോയി, വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ വേണ്ടപ്പെട്ട ആളുകളെ കാണാനായിട്ട് പോയി എന്നൊക്കെയാണ് അദ്ദേഹം നിങ്ങൾ പറയുന്നത്, സതീശ മേനോൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഭാര്യാപിതാവിനെ കാണാൻ നിങ്ങൾ എങ്ങനെയാണ് പോയത്? കാറിനാണ് പോയത് അതോ ബസ്സിനോ അതോ ഞാൻ ട്രെയിന് പോയാ? അതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. മനസ്സിലായില്ലേ? പിണറായി സർക്കാരിനെ നിങ്ങൾ രൂക്ഷമായി വിമർശിച്ചപ്പം നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങളുടെ അധികാരത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പാലിക്കുന്നത് ഉറപ്പ് വേണം. നിങ്ങൾ എല്ലാ കാര്യവും റെഡിയാണ്, ഓക്കെ ചെയ്യും, ഞാൻ അധികാരത്തിൽ വന്ന എല്ലാ കാര്യവും പാലിക്കുന്നത് പറഞ്ഞിട്ടാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്ത പരിപാടികൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ന്യായീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായി. പക്ഷേ ഇപ്പോൾ ചെയ്ത കാര്യം, നിങ്ങൾ ഈ ജനങ്ങളുടെ ദുരിതത്തിൽ ജനങ്ങളെ സമാധാനിപ്പിക്കേണ്ട സമയത്ത് നിങ്ങൾ അവിടെ ചെല്ലണം. അതായത് നിങ്ങൾ പല ആളുകളെയും മറ്റുള്ള ആഭ്യന്തരമന്ത്രിനെയോ അല്ലെങ്കിൽ MLAയോ ഒന്നും വിളിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സ്പോട്ടിൽ ചെല്ലേണ്ട ആളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ജനങ്ങൾ പറയുന്നത്. മനസ്സിലായില്ലേ? ജനങ്ങൾ പുഞ്ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിനെ കാണാനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു പ്രതികരണവും ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുക? എന്താ ചെയ്യുക? ബാക്കിയും കൂടി നമുക്ക് കേൾക്കാം. ഉണ്ട്. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാർ വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കണേ. ഞാൻ എൻ്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകളൊന്നും പറയരുത്. ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാർട്ടി സമ്മേളനത്തിനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഔദ്യോഗികമായ ലെറ്റ് മീ കംപ്ലീറ്റ്. ഇദ്ദേഹം ഉന്നയിക്കുന്നൊരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹെലികോപ്റ്ററെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് പോയതല്ല. ഞാൻ 2 മന്ത്രിമാരെയും ഞാനും കൂടി വയനാട്ടിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാനും കൂടെ. അപ്പോൾ എനിക്ക് അവിടെ പോകേണ്ട ഒരു അർജൻറ്റ് കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയതാണ്. അല്ലാതെ എൻ്റെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ അങ്ങനെയൊന്നും ഈ ഒരു കാര്യത്തിന് മാത്രമേ ഈ ഹെലികോപ്റ്റർ യൂസ് ചെയ്തിട്ടുള്ളൂ, അതല്ലാതെ യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം എടുത്ത് കൊട്ടുന്നത്. അദ്ദേഹം പിന്നെ ഇതൊക്കെ ആയിട്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന്, അല്ലാതെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിനൊന്നും അല്ലാന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണെന്നുള്ള അറിയത്തില്ല. പക്ഷേ എന്തായാലും നിങ്ങളൊന്ന് കരുതിയിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണെങ്കിലും ഇപ്പം മുഖ്യമന്ത്രി, ഇപ്പം പിണറായി വിജയൻ ഇപ്പം പ്രതിപക്ഷ നേതാവാണ്. പിന്നെ നിങ്ങൾ സ്പോട്ടിൽ പോയി അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് അത് നിങ്ങളുടെ കയ്യിലുള്ള റിമാർക്ക് തന്നെയാണ്. ഒരു മുഖ്യമന്ത്രി അവിടെ ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ചിട്ടല്ല. അന്ന് എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ ഫംഗ്ഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയതിന് ശേഷം ഈ ദുരന്ത സ്ഥലത്ത് പോയി ചെല്ലണം എന്നുള്ളതാണ്. അവിടെ പോയിട്ട് അവിടെയുള്ള ജനങ്ങളുമായിട്ട് സംസാരിച്ച് അതിന് വേണ്ട നടപടികൾ ചെയ്യണം. ഇപ്പം നിങ്ങളൊരു മരണ സ്ഥലത്തോ അതുപോലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കേസുകളോ എന്തെങ്കിലും അവിടെയൊക്കെ പോയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. ഇതൊന്നുമല്ല, ഇതൊരു സൽക്കാരത്തിനാണ് പോയത്. സൽക്കാരം മാറ്റിവെക്കാം. അവിടെ ഇരിക്കുന്ന ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ഒക്കെ ചിലപ്പോൾ കേടുവന്ന് പോകും. അതല്ലെങ്കിൽ അവിടെ നിന്ന് ആൾക്കാർ തിന്നിട്ട് പോകും. എത്രയോ നല്ല വണ്ടികൾ പോലീസ് സ്റ്റേഷനിലൊക്കെ അടവും തെറ്റി കിടക്കുന്നു. അത് തുരുമ്പ് പിടിച്ച് പോകണില്ലേ? അതിനും മുകളിലുണ്ടോ ഈ സദ്യ? അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അവർക്ക് വേണ്ടുന്ന ഒരു സഹായം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിനെയാണ് വേണ്ടത്. ജനങ്ങൾ പറയുന്നൊരു കാര്യമൊന്നുമില്ല. കഴിഞ്ഞൊരു പിണറായി വിജയനെ പഴിച്ച് പറഞ്ഞ് ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇത് പറയുന്നത്. എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.
വീണ്ടും ഒരു വാർത്തയായിട്ട് പിന്നെ കാണാം. ബൈ.